എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ അഷ്ടവൈദ്യ പാരമ്പര്യത്തെക്കുറിച്ചാണ്. അതായത് അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന വാഗ്ഭട എന്നയുടെ കൃതി. അപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിലാണ് ആയുർവേദത്തെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഏതൊക്കെ രൂപങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെയുള്ള ഒരു നോളജ് റെപ്പോസിറ്ററിയാണ് അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത്. അഷ്ടാംഗ ഹൃദയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആയുർവേദ ട്രഡീഷൻ മുന്നോട്ട് പ്രധാനമായിട്ടും പോകുന്നത്. അപ്പോൾ അഷ്ടാംഗ ഹൃദയത്തെ പിൻപറ്റിക്കൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അഷ്ടവൈദ്യ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫാമിലീസ് അവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാരിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ അഷ്ടവൈദ്യ ഫാമിലീസ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അഷ്ടവൈദ്യം എന്ന് പറയുമ്പോൾ ബേസിക്കലി ആയുർവേദത്തിലെ 8 ബ്രാഞ്ചസ് ആണ്. ആ 8 ബ്രാഞ്ചസിനെ സൂചിപ്പിക്കാനാണ് അഷ്ടവൈദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫാമിലീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം വരുന്നത് മൂസ് എന്നുള്ള പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. മൂസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവർ ബ്രാഹ്മിൻസാണ്. അതിൽ മൂസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു അഷ്ടവൈദ്യ ഫാമിലിയിൽപ്പെട്ട മൂസ് ഫാമിലിയാണ് പുലാമന്തോൾ മൂസ് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ മൂസ്. നെക്സ്റ്റ് വരുന്നത് കുട്ടഞ്ചേരി മൂസാണ്. അത് ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടുള്ള ഇരിങ്ങാലക്കുട പ്രദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടഞ്ചേരി മൂസ് എന്ന് പറയുന്ന മറ്റൊരു ഫാമിലി. പിന്നെ ആലത്തൂർ നമ്പിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആലത്തൂർ നമ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കുമ്പോൾ പറയുന്നത് അത് മലപ്പുറം ജില്ലയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ആലത്തൂർ നമ്പി ഉദ്ദേശിക്കുന്നത് ആലതിയൂർ ആവാനാണ് സാധ്യത. അവിടെ ആലതിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു ഫാമിലി എന്ന് പറയുന്നത് പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ്. അത് തൃശ്ശൂരാണ്. തൈക്കാട്ട് മൂസ് ഇത് നിങ്ങൾ ചിലപ്പോൾ പരസ്യത്തിലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അഷ്ടവൈദ്യം തൈക്കാട്ട് മൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ഒല്ലൂരിൻ്റെ അടുത്തുള്ളതാണ് എളയിടത്ത് തൈക്കാട്ട് മൂസ് എന്ന് പറയുന്നത്. അതും തൃശ്ശൂരാണ് വരുന്നത്. എളയിടത്ത് തൈക്കാട്ട് മൂസ് എന്ന് പറയുന്നത്. മറ്റൊരു ഫാമിലിയാണ് വെള്ളാട്ട് നമ്പൂതിരി വെള്ളാട്ട് മൂസ് എന്ന് പറയുന്നത്. ഇവർ മറ്റൊരു ഫാമിലിയായിട്ട് വരുന്നു. അഷ്ടവൈദ്യത്തിൽപ്പെടുന്നത് ഇവർ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയുമായി ബന്ധപ്പെട്ടാണ് ഇവരെ നമുക്ക് പൊതുവെ സ്ഥാനപ്പെടുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഫാമിലിയാണ് ചിരട്ടമൺ മൂസ് എന്ന് പറയുന്ന ഫാമിലി. ഇവർ ഒറിജിനലി മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്താണെന്ന് പറയുന്നു. പിന്നീട് തിരുവിതാംകൂറിലെ ഒരു റോയൽ ഫിസിഷ്യൻസ് എന്നുള്ള രീതിയിലേക്ക് അവർ മാറുകയും അങ്ങോട്ട് അവർ തിരുവിതാംകൂറിലേക്ക് പോവുകയും ചെയ്തു എന്ന് ആണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. എന്തായാലും ചിരട്ടമൺ മൂസ് ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് വയസ്കര മൂസ്. അത് കോട്ടയം ജില്ലയിലാണ് വയസ്കര മൂസ്. ഈ 8 ഇല്ലക്കാരാണ് അഷ്ടവൈദ്യ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള ഫാമിലീസ്.